ശ്രീലക്ഷ്മി ജ്യോതിഷാലയം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ അറിവുകൾ ലഭിക്കുവാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി അമർത്തി ഈ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കണ്ടകശനിയുടെ ഫലങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. കണ്ടകശനി എന്നാൽ ജന്മക്കൂറിൻ്റെ 4, 7, 10 ഈ കേന്ദ്രഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന കാലത്തിനാണ് കണ്ടകശനി എന്ന് പറയുന്നത്. കണ്ടകൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെയും ആ കാലത്തിൻ്റെ ഭയങ്കരത ഏറെക്കുറെ മനസ്സിലാക്കാം. കണ്ടകൻ കൊണ്ടേ പോകൂ എന്നൊരു ചൊല്ലും കൂടിയുണ്ട്. എന്നാൽ കണ്ടകശനി കൊല്ലുകയില്ല, കൊല്ലാതെ കൊല്ലുമെന്ന് മാത്രം. കണ്ടകശനിയുടെ ഫലം ഇപ്രകാരമാണ്. ഒന്നാമതായി, ജന്മലഗ്നത്തിൻ്റെ അല്ലെങ്കിൽ ജന്മക്കൂറിൻ്റെ 4-ാം ഭാവരാശിയിൽ ശനി സഞ്ചരിക്കുന്ന കാലം കുടുംബകലഹം, ബന്ധുക്കളുടെ ദ്വേഷം, അന്യദേശഗമനം, മാതൃപിതൃദുരിതം, ഭാര്യാപുത്രാദികൾക്ക് അരിഷ്ടത ആദിയായ ഫലങ്ങളാണ് പറയുന്നത്. രണ്ടാമതായി, ജന്മക്കൂറിൻ്റെ 7-ാം രാശിയിൽ ശനി സഞ്ചരിക്കുന്ന കാലം കളത്രപുത്രവിരഹം, വിദേശഗമനം, മനക്ലേശം, കാര്യതടസ്സം, ധനനാശം, അപവാദം മുതലായ ഫലങ്ങളും. മൂന്നാമതായി, ജന്മക്കൂറിൻ്റെ 10-ാം ഭാവരാശിയിൽ ശനി സഞ്ചരിക്കുന്ന കാലം കർമ്മവിഘ്നം, അതേ തുടർന്നുള്ള കഷ്ടാനുഭവങ്ങൾ, കാര്യങ്ങൾക്കൊന്നിനും ഒരു ഉയർച്ചയുണ്ടാകാതെ ഇരിക്കുക ഇത്യാദി ദോഷഫലങ്ങളും ഉണ്ടാകും. 7-ര ശനിയും കണ്ടകശനിയും ആയുസ്സിൻ്റെ ദൈർഘ്യം അനുസരിച്ച് ജീവിതത്തിൽ 1, 2, 3 തവണ സംഭവിക്കാറുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ കാഠിന്യം കാണിക്കുന്നത് യൗവനകാലത്തുണ്ടാകുന്ന 7-ര ശനി, കണ്ടകശനി മുതലായവയാണ്. അഷ്ടമത്തിൽ ശനി വരുന്നതിൻ്റെ ഫലം എന്തെല്ലാമെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്ന സ്ഥാനം കൂടി ശനിക്ക് ജന്മക്കൂറിൻ്റെ 8-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലത്തിനുണ്ട്. 7-ലും 8-ലും കൂടി തുടർച്ചയായി 5 വർഷം ശനി സഞ്ചരിക്കുന്ന കാലവും കണ്ടകശനിയായി കണക്കാക്കാറുണ്ട്. ഇതിൻ്റെ ഫലം രോഗം, ദുരിതം, ദാരിദ്ര്യം അല്ലെങ്കിൽ പണമില്ലായ്മ, കടബാധ്യത, ബന്ധുക്കളുടെ വിരോധം, പരാജയം, ദൈവാധീനക്കുറവ്, സ്ഥാനചലനം, ക്ലേശം, കളത്രപുത്രാദികളെ സംബന്ധിച്ചുള്ള ക്ലേശം എന്നിവയൊക്കെയാണ്. ജന്മക്കൂറിൻ്റെ 3, 6, 11 എന്നീ ഭാവങ്ങളിൽ ശനി നിൽക്കുന്ന കാലം ജാതകന് ശുഭകരമായിരിക്കും. ബാക്കി ഭാവങ്ങളിൽ നിൽക്കുന്ന കാലം മേൽപ്പറഞ്ഞ കണ്ടകശനി, 7-ര ശനി എന്നിവയായിരിക്കും. അത് അശുഭകരമായിരിക്കും. അപ്പോഴത്തെ ദശാഫലമോ അപഹാരഫലമോ നല്ലതാണെങ്കിൽ ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും തന്നെ ജാതകൻ അറിയാതെ തന്നെ കടന്നു പോകും. ജാതകന് യാതൊരു ദോഷഫലവും അനുഭവിക്കപ്പെടുകയുമില്ല. ദോഷഫലത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുവാൻ ശനിയുടെ അതിദേവനായ ധർമ്മശാസ്താവിനെ ഭജിക്കുക. കണ്ടകശനിയുടെയും 7-ര ശനിയുടെയും ദോഷഫലങ്ങൾ അകറ്റുവാനായി ഇനി പറയുന്ന മൂലമന്ത്രം 28 പ്രാവശ്യം ദിവസവും ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. മൂലമന്ത്രം ഇപ്രകാരമാണ്: ഓം ഘ്രൂം നമഃ പരായ ഗോത്രേ നമഃ. ഒന്നും കൂടി പറയാം. ഓം ഘ്രൂം നമഃ പരായ ഗോത്രേ നമഃ. ഇത് 28 പ്രാവശ്യമാണ് ദിവസവും ജപിക്കേണ്ടത്. ശനിയുടെ അതിദേവനായ ധർമ്മശാസ്താവിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം ഈ മൂലമന്ത്രം ജപിക്കാൻ. കണ്ടകശനിയുടെയും 7-ര ശനിയുടെയും കാലത്ത് ഭക്തിയോടെ ഈ മൂലമന്ത്രം ജപിക്കുന്നത് വളരെയധികം ഗുണകരമായിരിക്കും.